ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ അവിടെ ഇന്നല്ല കേട്ടോ, ഓണത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് നമ്മുടെ ഇവിടെ യൂണിറ്റിൽ ഓണ പ്രോഗ്രാമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീട്ടിലൊന്നും അങ്ങനെ വെക്കാനില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഒരുങ്ങിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് ചെറുതായിട്ടൊരു സദ്യ ഇവിടെ വെച്ച് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തിരുവോണത്തിന് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഉത്രാടത്തിന് വെച്ചത് കേട്ടോ. അങ്ങനെ സദ്യയും പായസമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നേരത്തെ എണിച്ച് പോവുകയാണ് കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബസ് വരും കേട്ടോ. രാവിലെ അപ്പോൾ എണിച്ച് കുറച്ച് ലേറ്റായി, കാരണം ഫോട്ടോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല സാരിയൊക്കെ കൊടുത്തിട്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദോശയും അല്ലല്ല അപ്പമാണ് കേട്ടോ. അപ്പം മുട്ടക്കറിയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ സാരി നമ്മുടെ ക്ലോത്തിങ് സ്റ്റോറത്തെ ലോട്ടസ് പ്രിൻറ്റ് റോസ് ഗോൾഡ് ലോട്ടസ് പ്രിൻറ്റ് സാരിയും പിന്നെ പിള്ളേർക്ക് ഞാൻ 2 ഉടുപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സാരിയും കൂടെ തയ്ച്ചത് കുറച്ചുകൂടി ബാക്കിയുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ടോപ്പ് തയ്ക്കാൻ ബാലൻസ് ഉണ്ട്, എപ്പോഴെങ്കിലും തയ്ക്കണം. നാട്ടിൽ പോയി വന്നിട്ട് വലിയ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് നല്ല മടിയായിരുന്നു. ഞാനിപ്പോൾ എന്തെങ്കിലും പിള്ളേർക്ക് ഇടണ്ടേ പറഞ്ഞിട്ട് ഞാൻ ഉത്രാടത്തിൻ്റെ തലേ ദിവസം രാത്രി ഇരുന്ന് തയ്ച്ചു. ഒരു ഉടുപ്പ് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി തയ്ച്ച് അങ്ങനെ തീർത്തതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തയ്ക്കാൻ ഒരു മൂടേ ഉണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേർക്ക് പുതിയ ഡ്രസ്സൊന്നുമില്ല, എന്തായാലും സ്റ്റിച്ച് ചെയ്യണം, അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പവും പിന്നെ മുട്ടക്കറിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. മുട്ടക്കറിയും കൂടി വെച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് റെഡിയായിട്ട് അങ്ങോട്ട് പോയിട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോയത് കേട്ടോ. കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ പണി. അതുകൊണ്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ കുറേ വേസ്റ്റ് തുണിയൊക്കെ അവിടെ കിടന്ന് അലങ്കോലായി വൃത്തികേടായി കിടക്കണ്ടായിരുന്നു ഹാളൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാം ഒന്ന് അടിച്ചൊക്കെ വാരി. ഈ അടിച്ചൊക്കെ വാരിയതുകൊണ്ടാണ് സമയം പോയിട്ടോ. കാരണം എൻ്റെ സാരി എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് ഉടുക്കാനൊന്നും അറിയില്ല. ഉടുക്കും, അത്രേ ഉള്ളൂ. സാരി ഉടുത്തിട്ട് ശരിയാവണില്ല. എന്നിട്ട് പിന്നെയും അയച്ചിട്ട് പിന്നെ ഉടുക്കും, പിന്നെ അയച്ചു കൊടുക്കും. അങ്ങനെ 3 വട്ടം അയച്ചു കൊടുത്ത് എല്ലാം ചെയ്ത് വന്നപ്പോഴേക്കിനും ഒരു വീഡിയോ അല്ല, ഒരു ഫോട്ടോ പോലും ഞാൻ എടുത്തില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു അവിടെ പോയ ഫോട്ടോ എടുക്കാമെന്ന് കേട്ടോ. അവിടെ ആണെങ്കിൽ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വെയിൽ. ഞാനാണെങ്കിൽ വെള്ള സാരി, ഞാനാണെങ്കിൽ കറുത്തിട്ടല്ലേ. അയ്യോ, കറുപ്പല്ല, എന്നാലും നമ്മളൊരു ഇതെന്തോ വെയിലടിച്ചിട്ട് കണ്ണും കാണാനില്ല, ഫോട്ടോ എടുക്കാനും പറ്റുന്നില്ല, അങ്ങനെ ആയിപ്പോയി കേട്ടോ. ഉമേഷൊക്കെ രാവിലെ എണിച്ചതും കുളി കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുട്ടക്കറി എല്ലാം ഉണ്ടാക്കിയത് കടലക്കറിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്താ ഉണ്ടാക്കിയെന്ന് കേട്ടോ. മുട്ടക്കറിന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമേഷാണെങ്കിൽ വിശന്നിട്ട് കടലക്കറി ആയോ. ഞാനാണെങ്കിൽ കടലക്കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ പിള്ളേരെയൊക്കെ റെഡിയാക്കി കുളിപ്പിച്ച് റെഡിയാക്കി കേട്ടോ. പിള്ളേരെ റെഡിയാക്കാനാണ് പാട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി എൻ്റെ ഡ്രസ്സ്, അവരുടെ ഡ്രസ്സ് തയ്ച്ചത്. ഞാൻ പട്ടുപാവാട പോലെ എന്തെങ്കിലും തയ്ക്കണം എന്നാണ് വിചാരിച്ചത്, സ്കേർട്ടും ടോപ്പും ആയിട്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് തയ്ക്കാൻ കേട്ടോ. അതുകൊണ്ട് ഉടുപ്പാകുമ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ, അങ്ങനെ തയ്ച്ചത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയണേ. പിന്നെന്താ, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഓണം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു നാട്ടിൽ നിന്നൊക്കെ. ഓണം കഴിഞ്ഞിട്ട് വരാൻ വെച്ചാൽ പിള്ളേരുടെ സ്കൂളുണ്ടായിരുന്നു. പിന്നെ ഓണം എന്ന് പറയുന്ന നാട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടിലും ഇല്ല, അച്ഛൻ്റെ സൈഡും ഇല്ല. അതുകൊണ്ട് അവിടെ ഓണം ഇല്ലാത്തതുകൊണ്ടാണ് നേരത്തെ വന്നത്. പിന്നെ പിള്ളേർക്ക് സ്കൂളും ഉണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഉണ്ട് ഭയങ്കര മഴ. ഇവിടെ ഫുള്ളും ഒരാഴ്ചയ്ക്ക് മേലെ ഒരു 10 ദിവസമൊക്കെ അവധിയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കേട്ടോ. അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെയും കുറച്ച് നേരം വൈകിട്ട് വരുള്ളായിരുന്നു ഇങ്ങോട്ട്. പിന്നെ ഇവർക്ക് പിന്നെ അങ്ങനെ നമ്മൾ ഒരുങ്ങി സുന്ദരിയായിട്ടോ. സാരി ഇഷ്ടപ്പെട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒതുങ്ങി കിടക്കണ കോട്ടൺ സാരിയാണ് കേട്ടോ. ഇത് റോസ് ഗോൾഡിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ. പിന്നെ അപ്പം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പോയി, അവിടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, കുറച്ച് ഡാൻസ്, പാട്ട്, അങ്ങനെ കുറച്ച്. പിന്നെ ഈ സദ്യ ഉണ്ടായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ, സീ യു.